ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് പരിചയപ്പെടുന്ന വിശുദ്ധ ജിയന. 1922 ഒക്ടോബർ 4 ഇറ്റലിയിലെ മാഗ്നറ്റ നഗരത്തിൽ ആൽബർട്ടോയുടെയും മറിയയുടെയും മകളായി ജോവാനോ ഫ്രാൻസിസ്കോ എന്ന് വിളിപ്പേരുള്ള ജിയന ജനിച്ചു. 7-ാം ദിവസം മാമോദിസ സ്വീകരിച്ചു. 1928 ഏപ്രിൽ 4 അവൾ ഈശോയെ സ്വീകരിച്ചു. 1930 ജൂൺ 9 സ്ഥൈര്യലേപനവും. ചെറുപ്പം മുതലേ എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുകൊള്ളുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിരുകളില്ലാത്ത ക്ഷമയായിരുന്നു അവളുടെ ഏറ്റവും വലിയ നന്മ. കാലങ്ങൾ കടന്നുപോയി. തൻ്റെ 27-ാം വയസ്സിൽ അവൾ ഡോക്ടറായി. ആ സമയത്താണ് പിയട്രോ എന്ന യുവാവുമായി അവളുടെ വിവാഹം 1954 സെപ്റ്റംബർ 25 നടന്നത്. പിയട്രോയ്ക്കും ജീനയ്ക്കും 3 കുഞ്ഞുങ്ങളുണ്ടായി. 4ാമത് ഗർഭിണിയായിരിക്കെ ജീനയ്ക്ക് അതികഠിനമായ വയറുവേദന അനുഭവപ്പെട്ടു. പരിശോധനയ്ക്കൊടുവിൽ ഗർഭപാത്രത്തിൽ ഒരു ട്യൂമർ വളരുന്നതായി കണ്ടെത്തി. ഗർഭം അലസിപ്പിച്ച് ട്യൂമർ നീക്കം ചെയ്യുവാൻ എല്ലാവരും അവളെ വളരെയധികം പ്രേരിപ്പിച്ചു. എന്നാൽ തൻ്റെ കുഞ്ഞിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുവാൻ ആ അമ്മ തയ്യാറായി. 1962 ഏപ്രിൽ 28 ജിയന മരിച്ചു. 1994 ഏപ്രിൽ 24 ജോൺ പോൾ 2 മാർപ്പാപ്പ ജിയനയെ വാഴ്ത്തപ്പെട്ടവളായും 2004 മെയ് 16 വിശുദ്ധയായും പ്രഖ്യാപിച്ചു. ജിയനയുടെ വാക്കുകൾ: വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ജീവിതം. അത് വെറുതെ ദൂർത്തടിക്കാനുള്ളതല്ല. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നാം അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. വിശുദ്ധ ജിയനയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ദാനമായി നൽകുന്ന കുഞ്ഞുങ്ങളെ അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട മക്കളായി വളർത്തുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് മാധ്യസ്ഥ്യം യാചിക്കാം.